ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാനായിട്ട് യൂട്യൂബിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓവൻ സെറ്റപ്പ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ പുതിയ രീതിക്ക് അതെങ്ങനെയാണ് ഓവനിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 4 ആണ് ഇത് വരുന്നത്. ഇതിൽ നമ്മൾ ബണ്ണാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഓവൻ സെറ്റപ്പ് ഏറ്റവും സ്യൂട്ടാവുന്നത് വിറകടുപ്പിൽ ചെയ്യുമ്പോഴാണ്. ഗ്യാസ് അടുപ്പിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഓവൻ സെറ്റപ്പിൽ കുറഞ്ഞ സമയം കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ ബിഗിനേഴ്സിനൊക്കെ ആദ്യമായിട്ട് ബേക്ക് ചെയ്യുമ്പോൾ ഇത് സക്സസ് ആകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബൺ ഉണ്ടാക്കിയതെന്ന് കാണാം. 125 ml കപ്പിൽ 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പും ഇതേ സമയം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷമാണ് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത്. മൈദപ്പൊടി ഞാൻ ഒരുമിച്ചല്ല, ആദ്യം പകുതി ചേർത്തു, പിന്നെ കുറച്ചെടുത്ത് മിക്സാക്കി അതിൻ്റെ ബാറ്റർ തിക്കാക്കി എടുക്കുകയാണ് ചെയ്തത്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ തന്നെ ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതിലേക്ക് സ്റ്റിക്ക് ആവുമ്പം ഭയങ്കരമായിട്ട് പറ്റി പിടിക്കുമ്പം അതിലേക്ക് ഇടയ്ക്ക് മൈദപ്പൊടിയും വളരെ കുറച്ചായിട്ട് ഓയിലും ആ ഒരു സ്റ്റിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓയിലും പതുക്കെ ചേർത്ത് ഇത് നല്ല രീതിക്ക് മൃദുവാക്കി കുഴച്ചെടുക്കണം. ഈ ബണ്ണുണ്ടാക്കാൻ പാലെടുക്കണം എന്ന് നിർബന്ധമില്ല. അതിനു പകരം അതേ അളവിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി. അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കൗണ്ടർ ടോപ്പിലിട്ട് ഒരു 15 മിനിറ്റ് ഇതേ രീതിക്ക് കുഴച്ചിട്ടാണ് ഈ മാവ് ഞാൻ നല്ല മൃദുവാക്കി എടുക്കുന്നത്. ഫൈനലി ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇതുപോലെ ഇരിക്കണം. ഇനി ഇതൊരു 1 hour to 2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഇത് പൊങ്ങി വന്ന് ഇതിൻ്റെ ഡബിൾ സൈസ് ആകുന്നതുവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഞാൻ ബാറ്റർ മിക്സ് ചെയ്യാനെടുത്ത അതേ പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഓയിൽ തടവി ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലും ഒന്ന് ഓയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു തുണി വെച്ച് കവർ ചെയ്ത് 2 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ വിൻ്ററാണ്, അധികം ഒരു ചൂടില്ലാത്ത ടൈമാണ്. മാവ് നന്നായിട്ട് പൊങ്ങിയേ വന്നിട്ടുണ്ട്. അതിൽ എയറൊക്കെ കളയാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് ഷേപ്പ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി ബട്ടർ പേപ്പറും തേച്ച് വെക്കുന്നുണ്ട് ആദ്യമേ. ഈ പൊങ്ങി വന്ന മാവിനെ ജസ്റ്റ് ഒന്ന് കുഴച്ച് അതിൽ എയറൊക്കെ കളഞ്ഞ് ഇങ്ങനെ റോള് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 കുഴിയുള്ള ഇഡ്ഡലി മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാവിനെ 5 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഇത് 5 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബണ്ണിൻ്റെ ഒരു ഷേപ്പ് ഇതുപോലെ കൈ വെച്ചിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നു. ഞാൻ ഈ ബണ്ണ് എഗ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മാവ് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ മാവിൻ്റെ ഉരുളകളെല്ലാം ബണ്ണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇത് 1/2 to 1 hour ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 1 hour വെയിറ്റ് ചെയ്തതിന് കാരണം അധികം ചൂടില്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെയും പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് പാൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കുറച്ച് വെളുത്ത എള്ളും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഈ പാൽ ഒരുപാട് ഒഴിച്ചൊന്നും കൊടുക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഒരു ബ്രൗൺ കളർ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഓവൻ സെറ്റപ്പ് ഒരു 15 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ ഒരു ഇഡ്ഡലി തട്ടിലുള്ള മാവും കാര്യങ്ങളും വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലുള്ള ചൂടാണ് താഴെ കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ കനലും ഒരു വെയിറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മുകളിലും താഴെയും ഹീറ്റ് വന്നിട്ട് ഓവനിൽ ബേക്ക് ആവുന്നത് പോലെ ഇത് നല്ല കളറൊക്കെ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ബേക്കായി കിട്ടുന്നത്. 15 to 20 മിനിറ്റ് ഇത് ബേക്കാവും ഈ ഒരു സെറ്റപ്പിൽ വെച്ചാൽ. പിന്നെ ആ ഒരു തീയുടെ ചൂടിനനുസരിച്ചിട്ട് ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരുപാട് ചൂടാക്കിയിട്ട് ഇത് കരിച്ച് കളയരുത്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുക്കായിനോ എന്ന് നോക്കാം. ഇത് ആ ഒരു കളറിലൊക്കെ വരുമ്പം തന്നെ ഇത് വെന്തിട്ടുണ്ടാകും. ഇത് വാങ്ങിയ ഉടനെ തന്നെ അതിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ്. ഇത് കേക്കൊക്കെ പോലെ വാങ്ങിയ ഉടനെ തന്നെ ഡിമോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പാത്രത്തിൽ അങ്ങനെ തന്നെ വെച്ച് ഒന്ന് അടച്ച് വെച്ച് ചൂടാറിയതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇത് കാണാനും സ്ട്രക്ചറിലൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ പാലിലും ബട്ടറിലൊക്കെ ചെയ്തെടുത്തതുകൊണ്ട്. പാലിൻ്റെയും ബട്ടറിൻ്റെയും ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇത് ചെയ്തെടുത്താൽ മതി. വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കുന്ന നേരം കണ്ടു നോക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നു പോകേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.